തിരുവനന്തപുരം ബാലരാമപുരത്ത് പിഞ്ചു കുഞ്ഞിനെ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ദേവേന്ദു എന്ന് പറയുന്നൊരു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നു. ഇത് കാരണം, ഈ കൊല്ലാനുള്ള കാരണം സ്വന്തം സഹോദരിയുമായിട്ടുള്ള അവിഹിത ബന്ധമാണ് ഇതിന് കാരണം. ഇതിന് വഴിവെച്ചത് അവർ തമ്മിലുണ്ടായ ഒരു വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് ഈ കുഞ്ഞൊരു തടസ്സമാകുമെന്ന് കണ്ടതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്നാണ് ഈ അമ്മാവനായിട്ടുള്ള ഹരികുമാർ പറയുന്നത്. അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീധുവിൻ്റെ ആങ്ങള പറയുന്നത്. എങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ചെറുതായിട്ട് ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ ഈ ഹരികുമാർ പറഞ്ഞത് ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ സഹോദരിയെ രക്ഷപ്പെടുത്താനായിട്ട് ഹരികുമാർ പറഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ശ്രീധു, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്നാണ് ഈ വാർഡ് മെമ്പർ പറയുന്നത്. വാർഡ് മെമ്പർ വളരെ വ്യക്തമായിട്ട് ഈ ശ്രീധുവിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഈ ശ്രീധുവിന് ഈ പറയുന്ന സ്വന്തം ആങ്ങളയുമായിട്ട് ഇങ്ങനത്തെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അത് തെറ്റ് തന്നെയാണ്. എങ്കിൽ ഈ കുഞ്ഞിനെ കൊല്ലാനും ഈ പറയുന്ന ഭർത്താവിനോട് ബന്ധം വേർപെട്ട് നിൽക്കുവാനും ഒക്കെ ഈ കാരണം ഈ സഹോദരനുമായിട്ടുണ്ടായ ഈ ഒരു അവിഹിത ബന്ധം തന്നെയാണ്. ഈ സഹോദരനുമായിട്ടൊരു പ്രത്യേകതരം ചാറ്റുകളൊക്കെയാണ്. സ്വന്തം ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോഴത്തേന് സഹോദരൻ ചാറ്റ് ചെയ്ത് വിളിക്കുകയാണ്, വരൂ എൻ്റെ കൂടെ കിടക്കാമെന്ന്. അന്നാണ് ഈ കുഞ്ഞിനെ തട്ടുന്നത്. അവൾ വരുത്തില്ലെന്നൊക്കെ എന്തോ പറഞ്ഞു, അന്നേരമാണ് ഈ കുഞ്ഞിനെ തട്ടുന്നത്. എന്തായാലും വാർഡ് മെമ്പർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കിയേ. പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇവരിപ്പോൾ അവിടെ താമസിക്കുന്നത് 3 വർഷക്കാലമേ ആയിട്ടുള്ളൂ വാടകയ്ക്ക് വന്നത്. ഇവർ നേരത്തെ താമസിച്ചിരുന്നതും എൻ്റെ വാർഡിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവരുടെ ജനന സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ താഴെയായിട്ട് വരുന്ന മിടാനൂർ കുണം കുളവറ വിളാകം ഭാഗത്താണ്. അവിടെ നിന്ന് ഇപ്പോൾ അമ്മ കോട്ടുകാൽക്കുണം ജംഗ്ഷനിലെ ക്ഷേത്രത്തിൽ കഴകമായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നല്ല മാന്യമായി കഴിയുന്ന നായർ സമുദായത്തിലെ വളരെ മാന്യമായൊരു ഫാമിലിയാണ്. വേറെ ഒരു കുഴപ്പക്കാരോ ഒന്നും തന്നെ ഉണ്ടാക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഷെയ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങൾ ഏറെ വളരെ വലുതാണ്. അത് ചെറുതൊന്നുമല്ല, വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞത് ശ്രീധുവിന് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു 3 വർഷക്കാലമേ ആകുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷേ ശ്രീധുവിന് കിട്ടിയത് ദേവസ്വം ബോർഡിൽ കിട്ടിയ സ്ഥിരം ജോലിയാണെന്നല്ല ഞങ്ങളിപ്പോൾ കേൾക്കുന്നത്, താൽക്കാലിക ജോലിയാണ്. അത് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടുള്ള ആളല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 10 രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. ഹരികുമാറിന് അങ്ങനെ ഒരു മെൻ്റലിൻ്റെ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രത്തിൽ ഈ ഉത്സവ ചടങ്ങുകൾക്കൊക്കെ ഇപ്പോൾ ഈ പഞ്ചവാദ്യം അടിക്കാൻ പോകുന്ന ഒരാളാണ്. അയാൾ കൃത്യമായി ക്ഷേത്രത്തിലെ ആ ചടങ്ങുകൾക്ക് കൃത്യമായി ആരും പറയാതെ അടിച്ചു കൊടുക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. പിന്നെ ശകലം ശരീരപ്രകൃത വളർച്ചയിൽ പണ്ടേ അയാൾ ഇത്തരം ഒരു രോഗമുള്ളതുപോലത്തെ ഒരു വളർച്ച കുറവാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവിക്കുന്ന മനസ്സ് ഇന്നുവരെ ഒരു കുട്ടിയെപ്പോലും നുള്ളിയതായി ഈ സംഭവത്തിൽ ഇപ്പോൾ പറയുന്നത് വരെയും അങ്ങനെ ഒരു കേസോ ഒരു പരാതിയോ വന്നിട്ടില്ല എന്നുള്ളത്. ഹരികുമാറിന് ഒറ്റയ്ക്ക് ഈ ദൗത്യം ചെയ്യാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ ഹരികുമാർ ചെയ്യുന്നു എങ്കിൽ ആ വീട്ടിൽ താമസിക്കാനുണ്ടായിരിക്കുന്ന അമ്മയും സഹോദരിയും ഈ കുഞ്ഞിൻ്റെ അച്ഛനും അടക്കമുള്ള ആളുകൾ ഇത് അറിയണം. ഇവരാരും അറിയാതെ ഹരിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ശ്രീധുവിൻ്റെ പ്രകൃതം ഞാൻ ഈ പറഞ്ഞതുപോലെ ജോലി കിട്ടിയതിന് ശേഷമാണ് ശ്രീധു ഈ തരികിടകളെല്ലാം ചെയ്തു തുടങ്ങിയത്. ആളുകളിൽ നിന്ന് കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ശ്രീധു ഏതറ്റം വരെ തരം താഴുന്നതിനും ശ്രീധുവിന് മടിയില്ല എന്നതിന് ഒരു ഉദാഹരണം. ശ്രീധു ഒരിക്കൽ ഒരാളോട് 2 ലക്ഷം രൂപയോളം കടം വാങ്ങാൻ പോയത് ഈ കുഞ്ഞിന് അമ്മ ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്നു കിടന്നു. കുട്ടി പുറത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ വന്ന വാഹനം ഇടിച്ച് കുട്ടി തെറിച്ച് റോഡിൽ വീണു. നട്ടലിന് പൊട്ടി കേടുണ്ടായി. ഇത് കണ്ട് ശ്രീധുവിൻ്റെ അമ്മ ഓടിപ്പോയി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അങ്ങനെ അത്യാസന്ന നിലയിലാണെന്നാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു ചെറിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇതിലെ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർ വിശ്വസിക്കുന്നു ശ്രീധുവിലാണ്. ഞങ്ങൾ എല്ലാവരും സംശയത്തിൻ്റെ നിഴൽ കാണുന്നത്, മുന ചൂണ്ടി നിൽക്കുന്നത് ശ്രീധുവിലാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നു. എവിടെയാണ് കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്തിനേറെ പറയാൻ, ഇന്ന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ 30 ലക്ഷം രൂപ കളഞ്ഞുപോയി എന്ന് ശ്രീധു പരാതി കൊടുക്കാൻ പോകുന്നു. തിരിച്ച് വീണ്ടും പരാതി ഇല്ലയെന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ 30 ലക്ഷം രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടി. പരിസരത്ത് നിന്ന് ഒരുപാട് പേരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഭാര്യയോട് ആഭരണം അഴിച്ചു വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അവരുടെ ഭർത്താവ് ഭാര്യ അറിയാതെ ഭർത്താവിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. ഇത്തരണത്തിൽ ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണം നടന്നിട്ട് ഇന്ന് 16ആണ്. ഈ 16 അതായത് മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോഴേക്കും ബന്ധുക്കളിൽ നിന്ന് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 58 ലക്ഷം രൂപയോളം ബാധ്യത ശ്രീധു ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ മരണപ്പെട്ടു പോയ കുട്ടിയുടെ അച്ഛനെ അന്ന് അവർ യോജിപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ ബന്ധുക്കൾ പറഞ്ഞു വിട്ടു എന്നാണ് ബന്ധുക്കൾ എന്നോട് പറഞ്ഞത്. ഒരു ബന്ധു എന്നോട് പറഞ്ഞത്. കാരണം ഇയാളിവിടെ സെറ്റിൽ ചെയ്താൽ ഈ 58 ലക്ഷം രൂപയും ഇയാൾ കൊടുക്കേണ്ടി വരും. അതിന് കഴിയാത്തത് കൊണ്ട് അവർ വീണ്ടും അയാളെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. കാരണം ഇവർ വർഷങ്ങളായി ഇവരൊന്ന് യോജിച്ചല്ല കഴിയുന്നത്. അമ്മയും മകളുമാണ്. ഇതിൽ എന്ത് ചെയ്താലും സൂത്രക്കാരികൾ. അത് അമ്മ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല. ശ്രീധു അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അതൊട്ടും അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയില്ല. ഈ മരണത്തിന് വന്നു, ചടങ്ങ് കഴിഞ്ഞാൽ പോയി. അത് കഴിഞ്ഞ് 16 അടിയന്തരത്തിന് അയാൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വരുന്നത്. അയാൾ നാട്ടുകാരുമായിട്ട് അയാൾക്ക് പരിചയമുള്ള ഒരാളുമില്ല. ഞാനും ഒരു പക്ഷേ കൗൺസിലർ നിലയ്ക്ക് ഞാനും കാണുന്ന അയാളെ കല്യാണത്തിന് കണ്ടതിന് ശേഷം ഞാൻ ഇന്ന് അയാളെ കാണുന്നത്. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്
ഇതിലെ പ്രധാനപ്പെട്ടത്. ഒരുപക്ഷേ പോലീസ് ഹരികുമാർ ഏറ്റു, അതുകൊണ്ട് ആ വിഷയം ഒതുക്കാൻ എങ്കിൽ പോലീസ് ഒതുക്കുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം, ഒരു കൗൺസിലർ നിലയ്ക്ക്. കാരണം ഹരികുമാറിൽ ഈ വിഷയം തീരത്തില്ല. അങ്ങനെ ഒരു കൊലപാതകം നടത്താനോട്ട് ഹരികുമാറിന് കഴിയത്തില്ല എന്നുള്ളതാണ്. എങ്കിൽ ഹരികുമാറിന് ആരാണ് കൂട്ടുനിന്നത്? ഹരികുമാറിനെ കൊണ്ട് നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ എനിക്ക് നേരത്തെ അറിയാൻ കഴിയും, ഇന്നലെയൊക്കെ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതം കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മെൻ്റൽ വിഷയമായൊക്കെ അവിടെ ഒന്നുമില്ല. തൊട്ടടുത്ത വീട്ടുകാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവട്ടെ, അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല. അത് എന്തുണ്ടെങ്കിലും ഞാൻ പറയുന്ന ആളാണ്, കാരണം എൻ്റെ പാർട്ടിക്കാരിയാണ് തൊട്ടടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭാഷണം ഉണ്ടായാലും എന്നെ ആദ്യം അറിയിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആ സഹോദരിയാണ്. അവർ പോലും ഇങ്ങനത്തെ ഒരു വിഷയം അവരറിയുന്നില്ല. സ്വാഭാവികമായിട്ട് അവരും പറയുന്നു അങ്ങനെ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ വലിയ ആളൊന്നും വന്നിട്ടില്ല. ഈ വന്നിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ശ്രീധുവിൻ്റെ ഭർത്താവ് മാത്രമാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇതല്ലാതെ രാവിലെ ഞാൻ ചെല്ലുമ്പോഴേക്കും എന്നോട് പറഞ്ഞത് പിന്നെ കുട്ടിയെ അതായത് 5 മണി ക്ഷേത്രത്തിൽ മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ റെക്കോർഡിട്ട ദൃഷ്ടിയിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ശ്രീധു ബാത്റൂമിലേക്ക് പോകുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് കുഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അപ്പോൾ അമ്മ കുഞ്ഞ് കരയുന്നു എന്ന് ഞാൻ വിളിച്ചു പറയുന്നു. തിരിച്ച് ശ്രീധുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് ഞെട്ടലൂടെ ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന ഏതൊരു സംഘമാണ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ സമയം നോക്കുമ്പോൾ ഒരാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4 മണി കഴിഞ്ഞാൽ 4:30 മണി കഴിഞ്ഞാൽ ഒരു 8-9 കുറയാത്ത ആളുകൾ കോട്ടുകാൽക്കുണം ജംഗ്ഷനിൽ ഈ വീട്ടിൻ്റെ മുൻവശത്തെ വരാന്തയിലുണ്ടാകും. ചായ കുടിക്കാനും മറ്റു വരുന്ന കൂലിപ്പണിക്കാരും അല്ലാത്ത ആളുകളുമായി ആളുകൾ. ഒരാളിന് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകണം കണ്ടാൽ തീർച്ചയായിട്ടും അത് ആര് എന്തെന്ന് അവർ ചോദിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞതിൽ തന്നെ നമുക്ക് ബലമായ സംശയമാണ്. ഈ കുഞ്ഞിനെ പിന്നെ കാണാനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവർ വന്നിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞത് ഇന്നലെ 2 മണിയോടുകൂടി പരിചയമില്ലാത്തവർ വന്ന് നിൽക്കുന്നത് ഈ മരിച്ചുപോയ കുട്ടിയുടെ 5 വയസ്സ് കഴിഞ്ഞ ചേച്ചി കണ്ടു എന്ന് ഈ കുട്ടി അതേ രാഗിണിയും ശ്രീധുവും പറയുന്നു. അപ്പോൾ മകൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ ഇന്നലെ വന്നത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ആ കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് അയാൾ പറഞ്ഞു, ഞാനത് വ്യക്തമായില്ല, പക്ഷേ നിഴൽ കണ്ടു. എപ്പോഴും 2 മണിയാണ്, ഉച്ചയ്ക്ക് 2 മണിക്കല്ല, വെളുപ്പിന് 2 മണിക്കാണ്. അത് ഈ കുട്ടി എങ്ങനെ കണ്ടു? അപ്പോൾ ഈ പറയുന്നത്, കാരണം ഇവർ പറയുന്നത് കേട്ടൊരു പക്ഷേ കുട്ടി പറയുന്നതാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ലക്ഷണം അതിനകത്തുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൃത്രിമമായ തീപിടുത്തമാണ്. ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ റൂട്ട് മാറ്റിവിടാൻ, ദിശ മാറ്റിവിടാൻ വേണ്ടി ചെയ്തതാകും. അല്ലാതെ ആ സമയത്ത് എവിടെ നിന്നൊക്കെ തീ പുക ഉണ്ടാകുന്ന ഹരി പുക വലിക്കുന്ന ഒരാളല്ല. അതിനകത്ത് അങ്ങനെ ഒരു തീ, അത് അടുക്കള ഭാഗവുമല്ല. അപ്പോൾ അതിനകത്തൊരു തീ വരേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ തീ എങ്ങനെ വന്നു? ഞാൻ ചെന്ന് കയറി മുറിയിൽ നോക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മണ്ണെണ്ണ നാറുന്നു, മണ്ണെണ്ണയുടെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തീപിടുത്തം അവർ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് വിശ്വസിക്കാം. ആത്മഹത്യക്കുള്ള ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ പുറത്ത് ചെയ്യാൻ വേണ്ടി കുഴയെ കിട്ടുന്നു എന്ന് പറയുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ അറിയാം, അതിലൊന്നും ഒരാളിന് തൂങ്ങിക്കാൻ പറ്റത്തില്ല. തൂങ്ങിയാൽ തന്നെ പൊട്ടി തറയിൽ വിടുന്ന് പോകും. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അത് ഈ രാഗിണി പറഞ്ഞൊരു ഇതാണ്. അതൊക്കെ ഞങ്ങൾ കാണുന്നത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവോട്ട് നാടകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. കാരണം കുട്ടിയുടെ മുത്തശ്ശി രാഗിണി അലമുറയിട്ട് കരയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ ഒരു വികാരം ഈ പറഞ്ഞതുപോലെ ശ്രീധുവിൽ ഞാൻ കാണുന്നില്ല. ശ്രീധു ഒരു കസേരയിരുന്നു കൊണ്ട് സ്വാഭാവികമായി മരണമറിഞ്ഞ് വന്നാൽ ഒരു നാട്ടുകാർക്കാണ് കാണാവുന്ന ഒരു പ്രകടനം മാത്രമാണ്. കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഏതാണെന്ന് അറിയില്ല എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാർ കുട്ടിയെ കാണാനെന്ന് പറയുമ്പോഴേക്കും ഇരുന്ന് കരയുന്നതിൻ്റെ പകുതി ഭാഗം പോലും എനിക്ക് ശ്രീധുവിൽ കാണാൻ കഴിഞ്ഞില്ല. പുറത്തുള്ള ആളുകൾ, ഇവരുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ കുഞ്ഞിൻ്റെ പ്രായമോർത്ത് കരയുകയാണ്. അച്ഛന് കുട്ടിയുടെ അച്ഛനുണ്ട്, അയാൾ കരഞ്ഞൊന്നുമില്ല, അയാൾ അങ്ങനെ നിൽക്കുന്നു, അയാൾ അങ്ങനെ നിശബ്ദനായി നിൽക്കുന്നു എന്ന് മാത്രമാണ് കാണാൻ കഴിയും. ഒരുപക്ഷേ ഇത് ചെയ്തുകൊണ്ട് ഏത് കടക്കാരനെ പിടിച്ചു നിർത്താൻ, ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനെക്കുറിച്ച് എത്ര തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഇതാണ്. ഒരുപക്ഷേ ഈ സ്ഥാനത്ത് ഈ കുട്ടിയുടെ അമ്മയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ കടക്കാരനെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പിടിച്ചു നിർത്താൻ പറ്റും. അതാണ് ഒരു പൊതുപ്രവർത്തനമായിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ ശ്രീധുവാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്, കടക്കാർ തീർന്നല്ലോ, കാരണം ശ്രീധുവാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞിനെ കൊന്നതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് 100 വട്ടം ശ്രമിച്ചിട്ടും എത്ര തന്നെ ഇരുന്ന് ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളൂ. ഹരി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകില്ലല്ലോ. ഒരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ, ഒരു പക്ഷേ കടയിൽ സാധനം വാങ്ങാൻ പോകണമെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്ത കടയിൽ പോകുന്നില്ല, അങ്ങോട്ട് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അമ്മ ഇല്ലാതെ ഈ ഹരി വിടവും പോകില്ലല്ലോ. ഹരി വിട്ടിട്ടില്ലല്ലോ, വിട്ടിട്ട് പോലുമില്ല. അപ്പം പിന്നെ ഈ സംഭവത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹരി മാത്രം ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു.